കാലാതീതനായി കാലത്തികവിങ്കൽ നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കിയ പിതാവായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ, ദൈവമക്കൾ, മാതാപിതാക്കളായിട്ടുള്ളവർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനം. ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം സന്ധ്യാസമയം പതിവ് പോലെ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിനായി നമ്മെ ദൈവം ഒരുമിച്ച് കൂട്ടിച്ചേർത്തതോർത്ത് സ്തോത്രം. ഈ കഴിയുവാൻ പോകുന്ന ആഴ്ച മുഴുവനും ദൈവം നമ്മെ എവിടെയായി കാത്തല്ലോ, പരിപാലിച്ചല്ലോ, എല്ലാറ്റിനായും ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളത്തെ വിവിധ സമയങ്ങളിലുള്ള നമ്മുടെയൊക്കെ സഭായോഗങ്ങളെ അതാത് സ്ഥലങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവസംബന്ധമായി ആരോഗ്യമുള്ളവരും സമ്പന്നന്മാരുമായിരിക്കേണ്ടതിന് സ്തോത്രം. നമ്മൾ ഇനി വേഗത്തിൽ തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം അധികരിച്ചുകൊണ്ടാണ് പഠനം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൊറോണേഷൻ, സിംഹാസനസ്ഥനാകുന്നത്, രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് ഒക്കെ കണ്ടു. അതായത് യേശുക്രിസ്തു ലോകഭരണം ഏറ്റെടുക്കും. ദൈവം സ്ഥാപിച്ച 3 പ്രധാന സ്ഥാപനങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു മാനുഷിക ഭരണകൂടം, ഹ്യൂമൻ ഗവൺമെന്റ് എന്നുള്ളത്. എന്നാൽ അതിനെ ദൈവം മാറ്റുകയാണ്. മാനുഷിക കരങ്ങളിൽ നിന്ന് ലോകഭരണം ദൈവം ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ക്രിസ്തു രാജാവായിട്ട് വാഴിക്കപ്പെടുന്നു. ഇനിയും ഈ സിംഹാസനം മറ്റാർക്കും നൽകപ്പെടുന്നില്ല. അതായിരുന്നു 19-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗം ക്രിസ്തുവും സഭയും തമ്മിലുള്ള കൂടിച്ചേരൽ, അതിനെ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് വിളിച്ചു. 7 മുതൽ 10 വരെ, അല്ലെങ്കിൽ 11 വരെ എന്ന് പറയാം. 10 വരെ. 11 മുതൽ 16 വരെ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ പ്രത്യക്ഷതയാണ് നമ്മൾ കണ്ടത്. 17 മുതൽ തിന്മയുടെ പൂർണ്ണമായ പരാജയം, പാപത്തിന്റെ മേൽ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ വിജയം, അർമഗദ്ദോൻ യുദ്ധം, നരകത്തിന്റെ ഉദ്ഘാടനം, ഇതെല്ലാമാണ് ആ വാക്യങ്ങളിൽ, വെളിപ്പാട് 19-ന്റെ 17 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനോടനുബന്ധിച്ച് 2 ചോദ്യങ്ങൾ യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിൽ കാണുന്ന റഷ്യൻ അധിനിവേശനം എന്ന് വിളിക്കപ്പെടുന്ന, റഷ്യൻ ഇൻവേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ആ യുദ്ധം എപ്പോൾ, സെഖരിയാവ് 14-ാമത്തെ അധ്യായത്തിൽ വിശേഷിച്ച് 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്ന യുദ്ധം എപ്പോൾ. അതിനോടനുബന്ധിച്ച് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ ആ ഭാഗം വിടുകയാണ്. അതിൽ ഒറ്റ വാചകത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം:
ഇസ്രായേൽ ജനത്തെ ദൈവം ശുദ്ധീകരിക്കേണ്ടതിനായി എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ കീഴിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മഹാപീഡന കാലത്തിലൂടെ ദൈവം അവരെ ശുദ്ധീകരിച്ചെടുക്കും. അതിനു മുമ്പ് അവർക്ക് നന്മകൾ ഉണ്ടാകുകയാണ്. അതെല്ലാം കൊള്ളയടിക്കുവാൻ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ശത്രുക്കൾ വരുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ നേതൃത്വത്തിലായിരിക്കും. അപ്പോൾ ഭാവിയിൽ നടക്കാനിരിക്കുന്ന പ്രധാന 3 യുദ്ധങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലിനെ, യെരുശലേമിനെ ആക്രമിക്കുന്ന ഒരു വടക്കൻ സഖ്യകക്ഷികൾ, 2 അർമഗദ്ദോൻ യുദ്ധം, 3 ഗോഗ് മാഗോഗ് യുദ്ധം. എന്നാൽ അർമഗദ്ദോൻ യുദ്ധത്തിനു മുമ്പ് തുടങ്ങുന്ന ഈ യുദ്ധങ്ങൾ ഇസ്രായേലിനെ കൊള്ളയടിക്കാൻ, യെരുശലേമിനെ കൽക്കുന്നാക്കാൻ, ഇസ്രായേൽ ജാതിയെ തുടച്ചു നീക്കാനൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ആദ്യകാലങ്ങളിൽ ശത്രുക്കൾക്ക് ഇസ്രായേലിന് മേൽ ദൈവം തന്നെ വിജയം നൽകും. എന്നാൽ ഈ യുദ്ധങ്ങളുടെ പര്യവസാനമെന്ന് പറയുന്നത് ഈ യുദ്ധങ്ങളുടെ യെഹെസ്കേൽ 38-39 സെഖരിയ 14 കാണുന്ന യുദ്ധങ്ങളുടെ പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് യേശു കർത്താവ് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്ന് നേരിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന അർമഗദ്ദോൻ യുദ്ധത്തിലായിരിക്കും. അപ്പോൾ അതങ്ങനെ നീണ്ടുകിടക്കുന്ന ഒരു യുദ്ധമാണ്, അതിന്റെ പര്യവസാനമാണ്. നമ്മൾ അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. എതിർക്രിസ്തു ഭരണം ഈ നിലയിലൊക്കെ നടത്തുമെങ്കിലും അവനും എതിരാളികൾ ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വായിച്ചിട്ടുള്ള ഒരു വേദഭാഗം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 11-ാമത്തെ അധ്യായം, അതിന്റെ 44, 45, 44-ാമത്തെ വാക്യം. 11:44 ഡാനിയേൽ. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയുമില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദാനിയേൽ 11-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു പ്രവചന അധ്യായം എന്നാണ് അറിയപ്പെടുക. പ്രോഫറ്റിക്കൽ ചാപ്റ്റർ എന്നാണ് ഈ അധ്യായത്തെ വിളിക്കുന്നത്. കാരണം ഇറ്റ്സ് ഫുൾ ഓഫ് പ്രോഫസീസ്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ദാനിയേൽ 11-ാമത്തെ അധ്യായത്തിലെ പ്രവചനങ്ങളിൽ 100+ 100-ലധികം പ്രവചനങ്ങൾ ഇതിനോടകം ചരിത്രമായി കഴിഞ്ഞു എന്നാണ്. 100, about 100, approximate 100 prophecies are turned to be part of history in this single chapter, Daniel 11. എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായല്ലോ. ദാനിയേൽ 11-ാമത്തെ അധ്യായത്തിലെ 100-ലധികം പ്രവചനങ്ങൾ ഇതിനോടകം നിറവേറിക്കഴിഞ്ഞു, ഫുൾഫിൽ ആയി കഴിഞ്ഞു. അതുകൊണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമായി. ഇനിയുമുണ്ട് അതിൽ പ്രവചനങ്ങൾ നിറവേറാൻ. ഗ്രീസ്, സിറിയ,
ഈജിപ്റ്റ്, ഇസ്രായേൽ തുടങ്ങിയുള്ള പല രാജ്യങ്ങളെ കുറിച്ചുമുള്ള പ്രവചനങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ യോർദാൻ, റൊമേനിയ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഈ 43, 44, 45 വാക്യങ്ങളിലുണ്ട്. ഒരു സിറിയൻ ദുഷ്ടരാജാവായിരുന്ന ആന്റി സെമിറ്റിക്, ആന്റി ജൂയിഷ്, കടുത്ത യഹൂദ വിരുദ്ധനായിരുന്ന സിറിയൻ ചക്രവർത്തി ആന്റിയോക്കസ് എപ്പിഫാനസിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതിനകത്തിലുണ്ട്. ഈ 11-ാം അധ്യായത്തിലെ പ്രവചനങ്ങളിൽ കുറെ ഏറെ ഞാൻ ഈ പറഞ്ഞ ഗ്രീസ് മുതൽ സിറിയ വരെയുള്ള രാഷ്ട്രങ്ങളിലെ ഭരണാധിപന്മാരിലാണ് നിറവേറിയത്. അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന സിറിയൻ രാജാവ് ഉൾപ്പെടെ അത് ഭാഗികമായി നിറവേറി. എന്നാൽ അതിന്റെ അക്ഷരീയമായ പൂർണ്ണമായ നിവർത്തീകരണം എതിർ ക്രിസ്തുവിലാണ്. അതാണ് നമ്മളിപ്പോൾ വായിച്ച 44-ാമത്തെ വാക്യത്തിൽ. എതിർ ക്രിസ്തു യെരുശലേമിനെതിരെ ഇങ്ങനെ തന്റെ ക്രോധം പകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 വാർത്തകൾ അവൻ കേൾക്കുന്നു. എവിടെ നിന്നൊക്കെ ഉള്ളതാ? Out of the east and out of the north. നോർത്ത്, വടക്ക് നിന്നുള്ള വാർത്ത നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാണെന്ന് യെഹെസ്കേൽ 38, 39 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റഷ്യൻ ഇൻവേഷൻ. അതെ, റഷ്യയുടെ നേതൃത്വത്തിലുള്ള കുറെ രാഷ്ട്രങ്ങളാണ് വടക്ക് നിന്നുള്ള സൈന്യം. കിഴക്ക് നിന്നുള്ളത് ആരാണെന്ന് മറന്നുപോയോ? ചൈന, ഇന്ത്യ, കൊറിയ ഒക്കെ ആണോ? അതെ. അർമഗദ്ദോൻ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ നാം വെളിപ്പാട് 16-ാം അധ്യായത്തിൽ കണ്ടിരുന്നു. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് യുദ്ധത്തിന് വരേണ്ടതിന് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്ന കാര്യം അന്ന് നമ്മൾ ആ കാര്യം പറഞ്ഞു. കിഴക്ക് നിന്നുള്ളവർ ഇന്ത്യ ഉൾപ്പെടുന്ന, പ്രത്യേകിച്ച് കിഴക്കൻ രാജ്യങ്ങളുടെ വളർച്ചയും ശക്തീകരണവും നാം ഇപ്പോൾ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടും സൈന്യപരമായിട്ടും ആയുധപരമായിട്ടും ടെക്നോളജിക്കൽ സാങ്കേതികമായിട്ടുമൊക്കെ ഈസ്റ്റേൺ കൺട്രീസ് പൗരസ്ത്യ സാമ്രാജ്യ ശക്തികൾ വളർച്ച പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വലിയ വടംവലി നമ്മൾ കാണുന്നുണ്ട്. ചൈനയുടെയും ഇന്ത്യയുടെയും ശക്തമായ വളർച്ച നമ്മൾ സാക്ഷിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചേ തീരൂ. അതിനൊക്കെ ഇണങ്ങുന്ന ഭരണാധിപന്മാരെ ദൈവം സമയാസമയങ്ങളിൽ ഈ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആക്കും. അതിലൊന്നിലും നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ പ്രവചനങ്ങളുടെ നിവർത്തീകരണത്തിന് ആക്കം കൂട്ടുന്ന ഭരണം ആരായിരിക്കുമോ നടത്തുക, അങ്ങനെയുള്ള ഭരണാധിപന്മാരെ ദൈവം സമയാസമയങ്ങളിൽ സ്ഥാനങ്ങളിലാക്കും. നമ്മളതിൽ പാർട്ടിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും പാർട്ടിയെ ഞാൻ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുകയല്ല. ദൈവവചനത്തിലെ ഈ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് ആരെയൊക്കെയാണോ ഉപയോഗിക്കേണ്ടതെന്ന് ദൈവത്തിനറിയാം.
അതാത് സമയങ്ങളിൽ അവരെ പാർട്ടി നോക്കാതെ ദൈവം ഉപയോഗിക്കുമെന്നേ പറഞ്ഞതിന്റെ സാരം. അത് ചിലപ്പോൾ നാം ഉദ്ദേശിക്കുന്ന പാർട്ടിക്കാരായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട. ഇതെല്ലാം കാണുമ്പോഴും നാം ഓർക്കേണ്ട, അറിയേണ്ട ഘടകം ദൈവവചനം നിറവേറുന്നു, പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. ഈ വചന നിവൃത്തിയും ഈ പ്രവചന നിവൃത്തിയും ഒക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണ്? സഭയെ ചേർക്കുവാൻ കർത്താവ് മേഘത്തിൽ വരുന്നു. സഭയെ ചേർക്കുവാനുള്ള കർത്താവിന്റെ വരവ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. കർത്താവിന്റെ ഭാഷയാണത്. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ തലകൾ ഉയർത്തുക. സ്തോത്രം. അങ്ങനെ ലോക സംഭവങ്ങളെ തിരുവചന വെളിച്ചത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കൃപ ലഭിക്കണം. നമ്മുടെ ഈ പഠനവും അതിന് കാരണമാകണം. അല്ലാതെ നമുക്ക് അനുകൂലമായ കാര്യങ്ങളെ കൊണ്ടുവരുന്ന ചില ഭരണകൂടങ്ങളെ വാഴിക്കണേ, ഇന്നാളിനെ പ്രധാനമന്ത്രിയാക്കണേ, ഇന്നാളിനെ മുഖ്യമന്ത്രിയാക്കണേ എന്നൊന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് ജ്ഞാനം ഒതുക്കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ചിലപ്പോൾ കാണും, പക്ഷെ ദൈവത്തിനില്ല. നമ്മിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. നമ്മുടെ പരിമിതമായ ജ്ഞാനത്തിലാണ് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയമായി പോലും പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ പറയില്ല, പ്രാർത്ഥിച്ചോളൂ. പക്ഷെ ഈ കാര്യം മനസ്സിൽ വെക്കണം. അപ്പോൾ എതിർ ക്രിസ്തു വടക്ക് നിന്നും കിഴക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളെ കേട്ടിട്ട് വളരെ ക്രോധത്തോടെ അവരോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടും. അങ്ങനെ യുദ്ധം ചെയ്യാൻ എതിർ ക്രിസ്തുവും കൂട്ടരും കൂടെ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരായിരിക്കും മെഗിദ്ദോ താഴ്വര. ഹർമഗദ്ദോൻ, മഗിദ്ദോ. അപ്പോ ഇവിടെ ഒരു വലിയ സഖ്യകക്ഷികളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കിഴക്ക് നിന്നൊരു കൂട്ടർ, വടക്ക് നിന്ന് മറ്റൊരു കൂട്ടർ. അപ്പോൾ തന്നെ ഇസ്രായേൽ മറ്റൊരു തട്ടിൽ നിൽക്കുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇസ്രായേലിനെ കൊള്ളയടിച്ച് ഇസ്രായേലിനെ നാനാഭാഗത്തു നിന്നും പിഴിഞ്ഞെടുക്കുക. ഞാൻ ടിവിയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വനപ്രദേശങ്ങളിൽ, ജംഗിൾസിൽ, ഉദാഹരണത്തിന് ഒരു എന്താണ് പറയുന്നത്, വൈൽഡ് ബീസ്റ്റ് എന്നറിയപ്പെടുന്ന പശു പോലിരിക്കുന്ന ഒരു മൃഗത്തെ നമുക്കൊക്കെ ടി വിയിൽ അറിയാതിരിക്കുമല്ലോ, വൈൽഡ് ബീസ്റ്റ്. അല്ലെങ്കിൽ കാട്ടുപോത്തായിക്കോട്ടെ, മാനായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഏതെങ്കിലും എനി പ്രേ ഇൻ എ ഫോറസ്റ്റ്. സിംഹവും ചിലപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ചില മൃഗങ്ങളെ ഒരു ഭാഗത്ത് നിന്ന് സിംഹം കടിച്ചു കൊല്ലുമ്പോൾ ചാകുന്നതിന് മുമ്പ് തന്നെ ഹൈന, കഴുതപ്പുലി എന്ന് ഇതിനെ കടിച്ചു പറിക്കുന്നു. ചിലപ്പോൾ ഒരു കാർക്കേസ്, ചത്തുകിടക്കുന്ന മൃഗം, അതിനെ സിംഹമോ അല്ലെങ്കിൽ ഒരു ചീത്തയോ ഒരു ലെപ്പേഡോ എന്തെങ്കിലും
ഒരു പുള്ളിപ്പുലിയെ വല്ലതും തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തുകൂടെ കുറുക്കന്മാരോ പട്ടികളോ ഹൈനാസോ ഒക്കെ ചെന്നിട്ട് തിന്നുന്നു. പറഞ്ഞതിന്റെ സാരം, ഒരൊറ്റ ഇരയെ തന്നെ പലരും പറിച്ചു കീറുന്നു. ഇതുപോലെ ഇവിടെ ഇവരെല്ലാവരുടെയും പൊതുവായ പ്രേ, ഇരയാണ് ഇസ്രായേൽ. നാനാഭാഗത്തു നിന്നും അവർ ഞെരുക്കപ്പെടുന്നു. എല്ലാ നിലകളിലും അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഒരു രക്ഷയില്ല. അപ്പോൾ അവർ നിലവിളിക്കും, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, മശിഹായെ ഞങ്ങളെ രക്ഷിക്കണമേ. യേശുവാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, മശിഹായെ അവർ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു മശിഹ പ്രത്യക്ഷനാകുമെന്ന് അവർ ഇന്നും കാത്തിരിക്കുന്നു. ഞാൻ മശിഹയാണെന്നും പറഞ്ഞ നമ്മളിൽ ആരെങ്കിലും ചെന്നാലും ഒറ്റയടിക്ക് അവർ നമ്മളെ തള്ളിക്കളയത്തൊന്നുമില്ല. നമ്മൾ തന്നെയാണോ ആ മശിഹയെന്ന് നോക്കിയിട്ട് ആണെന്ന് കണ്ടാൽ അവർ നമ്മളെ സ്വീകരിക്കും. അത്രയ്ക്ക് ദാഹത്തോടെ അവരിയ്ക്കുക. ഏത് കാലത്തും മശിഹയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥ മശിഹ വന്നപ്പോൾ അവനെ തിരിച്ചറിയാനോ കൈക്കൊള്ളാനോ സാധിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴും അവർ അത്യാർത്തിയോടെ കാത്തിരിക്കുക. അതുകൊണ്ട് അന്ന് അവര് മശിഹയെന്ന് കരുതി തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഉൾപ്പെടെ ഉള്ളവർ ഇവരെ കൊന്നുമുടിക്കുന്ന ചൂഷകന്മാരായി, ഡിസീവേഴ്സായി, ഇവരെ വേട്ടയാടുന്നവരായി, ഹണ്ടേഴ്സായിട്ട് മാറിയപ്പോൾ അവർക്കിനി ഒറ്റ രക്ഷയുള്ളൂ, സാക്ഷാൽ മശിഹായേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന നിലവിളി. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ലംസമായിട്ട് ഒരുമിച്ച് ലോണിന്റെ കുടിശ്ശിക തുക അടച്ചു തീർത്ത് ഫയൽ മടക്കി വെക്കുന്നത് പോലെ ഇസ്രായേലിനെ ഈ 7 വർഷം പീഡകളിലൂടെ കടത്തിവിട്ട് ഹോൾ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് അവരുടെ പാപത്തിന് കുറ്റം അവരുടെ മേൽ ചുമത്തി അവരെ ശിക്ഷിച്ച് അവരുടെ ഉള്ളിൽ പുതിയ ഒരു ഹൃദയത്തെ മാംസളമായതിനെ വെച്ച് ദൈവത്തിങ്കലേക്ക് അവരെ മടക്കി വരുത്തുക. ആ നിലവിളിയുടെ മുമ്പിൽ സാക്ഷാൽ മശിഹ തന്റെ മശിഹാത്വത്തിന്റെ അടയാളങ്ങളോടുകൂടെ തന്റെ രക്തത്താൽ വീണ്ടെടുത്ത സകല വിശുദ്ധന്മാരോടും കൂടെ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇസ്രായേൽ അവനെ കാണും. അവരുടെ ദേശീയമായ ഒരു മാനസാന്തരം അന്ന് നടക്കും. കർത്താവായ യേശു അവരെ കൈക്കൊണ്ട് അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ പെട്ര തുടങ്ങിയ ബൊസ്ര, ഏദോമിലെയും യോർദാനിലെയും ഒക്കെ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന യഹൂദന്മാരെ കൊന്നുമുടിക്കാൻ വേണ്ടി ക്രോധത്തോടെ അടുത്തു വരുന്ന എതിർ ക്രിസ്തുവിന്റെ സൈന്യങ്ങളെയും ജാതീയ സൈന്യങ്ങളെയും കൊന്നുമുടിച്ച് അവിടങ്ങളിൽ ഒളിച്ചു പാർക്കുന്ന, നിലവിളിക്കുന്ന, ഭയപ്പാടോടെ കഴിയുന്ന യഹൂദന്മാരെ വിടുവിച്ചു കൊണ്ടുവരുന്ന ചിത്രമാണ് നാം ഇതുവരെയുള്ള ഈ 2-3 പ്രധാന ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ടത്. വെളിപ്പാട് 16ഉം 19ഉം അധ്യായങ്ങളിലും യെഹെസ്കേൽ 38-39 സഖരിയാവ് 14 വേറെയുമുണ്ട് ഭാഗങ്ങൾ. യെശയ്യാ 63 ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കൂടെ ക്രോഡീകരിച്ചാണ് നാം ഇപ്പോൾ പറഞ്ഞത്
ഇസ്രായേൽ ചെയ്ത പാപത്തിന് ദൈവം അവരെ ശിക്ഷ വിധിക്കുന്നു. ആ ശിക്ഷയുടെ ഏറ്റവും കടുത്തതും ഒടുക്കത്തിലുമായ നാളുകളാണ് മഹാപീഡനകാലം. അത് കോലിൽ കീഴെ കൂടെ എണ്ണി എണ്ണി അകത്ത് കയറ്റുന്നത് പോലെ, ഉലയിൽ ഉരുക്കി ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ കഠിനമേറിയ ശോധനകളിലൂടെ അവരെ നടത്തി അവർക്ക് രക്ഷകനായി ക്രിസ്തു വെളിപ്പെടുന്നു. അവരെ പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദൈവം അവരെ കൊള്ളയടിക്കപ്പെടാൻ അനുവദിക്കും. ഒരിക്കൽ കൂടെ അവർക്ക് അതുകൊണ്ട് ദേശം വിട്ടുപോകേണ്ടി വരും. അതിന് വടക്കു നിന്നുള്ള സൈന്യമായിരിക്കും റഷ്യയുടെ നേതൃത്വത്തിൽ കൂടി വരുന്നത്. പക്ഷേ ആദ്യകാലങ്ങൾ അവർക്ക് വിജയം എന്ന് തോന്നിയാലും ആത്യന്തികമായി ദൈവം ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ക്രിസ്തു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിനെ ശത്രുപക്ഷത്തു നിന്നും വിടുവിക്കുന്നു. യെരുശലേമിനെ വീണ്ടെടുക്കുന്നു. എതിർ ക്രിസ്തു, അവന്റെ സൈന്യം, റഷ്യയുടെ നേതൃത്വത്തിലെ വടക്കേ സൈന്യം എന്നിവയെല്ലാം ശിക്ഷ വിധിച്ച് കർത്താവ് തള്ളുന്നു. അങ്ങനെ യഹൂദൻ ജാതീയമായി അഥവാ ദേശീയമായി രക്ഷിക്കപ്പെടുന്നു. 70 ആഴ്ചവട്ടങ്ങളിലെ 6 ലക്ഷ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നു. ഇതാണ് അർമഗദ്ദോൻ യുദ്ധത്തോടുകൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും വ്യക്തമായി കാണുമല്ലോ. മഹാപീഡനകാലത്തും ആരംഭിക്കുന്ന യുദ്ധങ്ങളുടെ പര്യവസാനം, അതിന്റെ തീർപ്പ് അർമഗദ്ദോൻ യുദ്ധത്തോടുകൂടെ ആയിരിക്കും. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഇരുപതാം അധ്യായത്തിലേക്ക് പോകാമോ, അതോ ഇവിടെ നിന്ന് മറ്റെന്തെങ്കിലും വിശദീകരണങ്ങൾ വേണ്ടതുണ്ടോ? ദേവാസനെ ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കേൾക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇന്നലെ പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു, കേട്ടോളാം റെക്കോർഡ് എൻ്റെ അടുത്ത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഈ 38, 39 എസെക്കിയേൽ അധ്യായങ്ങളിൽ കാണുന്ന ഈ യുദ്ധത്തിലാണോ കർത്താവ് അവരെ നേരിട്ട് സഹായിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത്, അതോ അർമഗദ്ദോനും ഇതും വ്യത്യസ്തമായ യുദ്ധമാണെന്നല്ലേ പറയുന്നത്? വ്യത്യസ്തമായ യുദ്ധങ്ങളാണ്. എന്നാൽ അതിന്റെ പര്യവസാനം അർമഗദ്ദോനിലായിരിക്കും അത് പൂർത്തിയാകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം അന്നേരം അതുവരെ തുടരുവാനായിട്ട് പോകുമോ? ഈ എസെക്കിയേൽ 38, 39 നടക്കുന്ന യുദ്ധം ഈ അർമഗദ്ദോൻ വരെ അത് അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ വിജയം ശത്രുക്കൾക്കായിരിക്കും. ഇസ്രായേലിനെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ദൈവിക പദ്ധതികളുടെ ഭാഗമാണത്. അവയ്ക്കെല്ലാം 2 ലക്ഷ്യങ്ങൾ ഉള്ളതായി നമ്മൾ കണ്ടു. ഒന്ന്, ഇസ്രായേലിനെ ശുദ്ധീകരിക്കുക എന്നുള്ളപ്പോൾ തന്നെ ഇസ്രായേലിന്റെയും ദൈവത്തിന്റെയും ശത്രുക്കൾക്ക് ശിക്ഷ വിധിക്കുക എന്നും ഉള്ള ഒരു ദൈവിക പദ്ധതി ഇരുവായ്ത്തല വാൾ പോലെ ഉണ്ട്. അത് യഹൂദന്റെ ബാബിലോണ്യ പ്രവാസത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാം. ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കുന്നത് അവരുടെ പാപം നിമിത്തമാണ്. അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച വടി ചിലപ്പോൾ അശ്ശൂർ എന്ന വടിയാണ്, ചിലപ്പോൾ ബാബിലോൺ എന്ന വടിയാണ്, ചിലപ്പോൾ നെബൂഖദ്നേസർ എന്ന വടിയാണ്. പക്ഷേ അവരൊക്കെ കണക്കിലധികം കയ്യിൽ കിട്ടി എന്ന കണക്കെ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അപ്പോൾ ഇവരുടെ പാപം, ഈ ജാതികളുടെ പാപവും വക്കോളം എത്തി പൂർത്തീകരിക്കപ്പെടുന്നു.
അത് നിമിത്തം ദൈവം ഒരേ വടി കൊണ്ട് ഇവര് രണ്ടുപേരെയും അടിക്കുന്നു. ആരെയൊക്കെയാ? ഇസ്രായേലിനെയും ദൈവിക ലക്ഷ്യത്തിൽ നിന്നും അകന്നുപോയ ജാതികളെയും. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇസ്രായേലിന്റെ പാപം നിമിത്തം ശത്രുക്കളുടെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിക്കുന്നു. അവർ ഇവരെ പീഡിപ്പിക്കുന്നു. ഇവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ഇസ്രായേലിനും യഹൂദയ്ക്കും യെരുശലേമിനും വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ ശത്രുരാജ്യങ്ങളോട് ദൈവം തന്നെ നേരിട്ട് യുദ്ധം ചെയ്യുന്നു. കർത്താവ് തന്നെ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് ആണ്, ഏറ്റവും പരമകാഷ്ഠയാണ് അർമഗദ്ദോനിൽ സംഭവിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ആരംഭിക്കുന്ന യുദ്ധങ്ങളുടെ സമ്പൂർണ്ണ പൂർത്തീകരണം എന്നത് ഈ അർമഗദ്ദോനിലാണ് സംഭവിക്കുന്നത്. അതിനു മുമ്പ് ചേരിതിരിഞ്ഞുള്ള ഒരു യുദ്ധത്തെ നമുക്ക് കാണാം. അതിനാണ് കിഴക്കേ രാജ്യങ്ങൾ, വടക്കേ രാജ്യങ്ങൾ, ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയൊക്കെ നമ്മൾ തരം തിരിച്ച് പഠിച്ചത്. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് 20-ാം അധ്യായത്തിലേക്ക് തിരിയാം. 20-ാമത്തെ അധ്യായം അതിലെ പല ഭാഗങ്ങളും നമ്മൾ ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്നത് സാത്താൻ 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിൽ ബന്ധിക്കപ്പെടും. Satan bound for 1,000 years in the bottomless pit. സാത്താന്റെ സാമ്രാജ്യാധിപന്മാരായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രവാചകനെയും കള്ളക്രിസ്തുവിനെയും ജീവനോടെ നരകത്തിൽ തള്ളിയിട്ടത് നാം 19-ാം അധ്യായത്തിൽ കണ്ടു. ഇപ്പം 20-ാം അധ്യായത്തിൽ സാത്താൻ ഒന്നും ചെയ്യാൻ വയ്യാത്ത നിസ്സഹായാവസ്ഥയിൽ നിൽക്കുക. സ്വഭാവത്തിനൊന്നും മാറ്റമില്ല കേട്ടോ. സാത്താന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. സാത്താന്റെ ഒരു പ്രത്യേകതയാണല്ലോ അത്. ഓർമ്മ കാണും, നോ റിപ്പൻറ്റൻസ്. സാത്താന്റെ ഒരു പെക്യൂലിയാരിറ്റി, എ യുണീക്നെസ് ഓഫ് ദ ഡെവിൾ or his nature is unrepentant. No repentance at all. മാനസാന്തരമില്ലായ്മ സാത്താന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. അപ്പൊ ഈ നിലകളിലൊക്കെ ആണെങ്കിലും അവന് സ്വഭാവത്തിന് മാറ്റമില്ല. മനുഷ്യനോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ഒന്നും ഒരു മാറ്റവുമില്ല. ഇതാണ് 20-ന്റെ 1 തൊട്ട് 3 വരെ. അടുത്തത് നാം കാണുന്നത് the resurrection of the tribulation saints or tribulation martyrs. മഹാപീഡന കാലത്തെ രക്തസാക്ഷികളുടെ ഉയർത്തെഴുന്നേൽപ്പാണ്.
4, 5, 6 വാക്യങ്ങളിൽ 4, 5 and 6 മഹാപീഡന കാലത്തെ വിശുദ്ധന്മാരുടെ ഉയർപ്പ്, രക്തസാക്ഷികളുടെ ഉയർപ്പ്. മൂന്നാമത്തേത് the millennial reign of Jesus Christ. യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച 6 വാക്യത്തിലുണ്ട്. വേഴ്സ് നമ്പർ 6. ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച അഥവാ ഭരണം. അടുത്തതാണ് 7 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്നത് അല്പസമയത്തേക്കുള്ള സാത്താന്റെ സ്വാതന്ത്ര്യമാണ്. The freedom of Satan for a little while, or the last chance for the devil to defeat or to conquer God. ദൈവത്തെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ തകിടം മറിക്കാൻ, ദൈവത്തിന്റെ മേൽ ജയം കൊള്ളാൻ സാത്താനുള്ള ഏറ്റവും ഒടുവിലത്തെ അവസരം. അതിനുവേണ്ടി അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടുന്നു. അതാണ് 7 വാക്യം. 7. അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് 8-ലും 9-ലുമായിട്ട് നാം കാണുന്നത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. ഗോഗ് മാഗോഗ് യുദ്ധം. Otherwise, Satan and Christ face to face. സാത്താനും യേശുക്രിസ്തുവും ആദ്യമായി അഭിമുഖമായി യുദ്ധം ചെയ്യുന്നു. ഗോഗ് മാഗോഗ് യുദ്ധം. നാം അതിന്റെ 10 വാക്യത്തിൽ വായിക്കുന്നത് the utter defeat and removal of Satan. The utter defeat and removal of Satan. 10 വാക്യത്തിൽ വേണമെങ്കിൽ ആദ്യമായും അവസാനമായെന്ന് വേണം പറയാം, അല്ലേ? അതെ, അതെ. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒറ്റ ഒരു സന്ദർഭത്തിലേ ഉള്ളൂ ക്രിസ്തുവും സാത്താനും നേരിട്ട്, അല്ലെ ദൈവവും സാത്താനും നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പം 10 വാക്യത്തിൽ നാം കാണുന്നത് സാത്താന്റെ സമ്പൂർണ്ണ പരാജയവും എന്നേക്കുമായുള്ള ശിക്ഷാവിധി, അല്ലെങ്കിൽ എന്നേക്കുമായി അവനെ നീക്കിക്കളയുന്നു. 19 അധ്യായത്തിൽ ഉദ്ഘാടനം ചെയ്ത ഗന്ധക തീപ്പൊയ്കയിലേക്ക് സാത്താനെ തള്ളിക്കളയുന്നു. അവന്റെ കൂടെ അവന്റെ ദൂതന്മാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഉള്ളത് 11 തൊട്ട് 15 വരെയാണ്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വലിയ വെള്ളസിംഹാസന ന്യായവിധി, അന്തിമ ന്യായവിധി എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. ഫൈനൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജഡ്ജ്മെന്റ്, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. ഇതോടുകൂടെ 20 അധ്യായം തീരുന്നു.
അതിൽ നമുക്ക് ആദ്യ ഭാഗത്തേക്ക് പോകാം. 1, 2, 3 വാക്യങ്ങളാണ് നാം അതിനാധാരമായി സ്വീകരിക്കുന്നത്. അധികം അവിടെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ആരുടെയോ ഒരു ഉദ്ധരണി ഉണ്ടല്ലോ. When the devil comes next time and reminds you of your past, remind him of his future. സാത്താൻ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഭൂതകാലം അവൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അവനെ നിങ്ങൾ അവന്റെ ഭാവി കാലം ഓർമ്മപ്പെടുത്തുക എന്നൊരു പ്രസ്താവന. അവന്റെ ഭാവി കാലത്തിലെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ 3 വാക്യങ്ങളിൽ കൂടുതൽ വിശദീകരണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ? ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു പറഞ്ഞു, ഒരു ശബ്ദം കൂടെ കേൾക്കാമല്ലോ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. എല്ലാവരും മറന്നുപോയി. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ 3 ഭാഗങ്ങൾ 3 വിഷയങ്ങളായിട്ട് പഠിച്ചു. If we do not know, how can we remind the devil of his future? അതിൽ ഒന്നാമത്തേതായിരുന്നു 12-ാം അധ്യായം. Satan pulled down ഭൂമിയിലേക്ക് തള്ളിയിടുന്നത്. അതെ, Satan being limited with space and time after having defeated by the archangel of God. 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സാത്താന്റെ പരിമിതപ്പെടുത്തലാണ്. അവന്റെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട 3 സംഭവങ്ങളിൽ ഒന്നാമത്തേത്. അന്ന് നമ്മൾ കണ്ടു, സാത്താൻ ഇന്ന് ദൈവസന്നിധിയിൽ വരെ ചെല്ലാം. ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന്റെ അടുത്ത് വരെ എന്നല്ലതല്ലേ അർത്ഥം. ദൈവസന്നിധിയിൽ വരെ അവന് ചെല്ലാം. അതിനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരന്മാരെ, ബാക്കി പറയാമോ? Accuser. രാപ്പകൽ കുറ്റം വിധിക്കും. അതെ, രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപരാധിയെ തള്ളി ഇട്ട് കളഞ്ഞുവല്ലോ. അപ്പൊ അവന് ദൈവസന്നിധിയിലേക്ക് ചെന്ന് നമുക്കെതിരായിട്ട് എന്ത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും കൊടുക്കാം, എന്ത് പരാതി വേണമെങ്കിലും കൊടുക്കാം, എന്ത് കംപ്ലൈന്റും ചെയ്യാം, എന്തിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ. പക്ഷേ 12-ാമത്തെ അധ്യായത്തിൽ പ്രധാന ദൂതനായ മീഖായേലിനോട് യുദ്ധത്തിൽ തോറ്റ് സാത്താൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തപ്പെടുന്നു. അവന്റെ ഭരണം, അധികാരം, സ്വാതന്ത്ര്യം എല്ലാം ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുന്നു. ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുന്നു. 2, അവന് പിന്നെ ഒരു 42 മാസം മാത്രമേ ഉള്ളൂ. അതാണ് ഈസ് ലിമിറ്റഡ് ബൈ ടൈം ആൻഡ് സ്പേസ്. സ്ഥലം കൊണ്ടും സമയം കൊണ്ടും അവൻ ബന്ധിതനാകുന്ന കാര്യം, പരിമിതപ്പെടുന്ന കാര്യം.
12-ാം അധ്യായത്തിൽ ഇതാ. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വെളിപ്പാട് 20-ന്റെ 1, 2, 3 വാക്യങ്ങൾ. എന്താണത്? ഹീസ് ചെയിൻഡ് ഫോർ 1,000 years in the bottomless pit. 1000 ആണ്ടത്തേക്ക് അടിയില്ലാ കുഴിയിൽ, അതാണ് അഗാധ കൂപം, അടിയില്ലാ കുഴിയിൽ സാത്താൻ ബന്ധിക്കപ്പെടുന്നു. കണ്ടോ? ഭൂമിയും സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും പോകുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു മാലാഖ പാപം ചെയ്തു കഴിഞ്ഞ് അവൻ പരിമിതപ്പെടുകയാണ്. പരിമിതപ്പെട്ട് ഇപ്പോൾ വേണമെങ്കിലും അവന്റെ ദൈവസന്നിധി വരെ ചെല്ലാം, ആരെക്കുറിച്ചും എന്തും പറയാം. പക്ഷേ അന്ന് അവൻ സ്ഥലം സമയവും കൊണ്ട് പരിമിതപ്പെടുക. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ വീണ്ടും പരിമിതപ്പെടുന്നു. അഗാധകൂപത്തിൽ ഊടാടി ലോകം, ഭൂമി മുഴുവനും ഊടാടി നടക്കുന്നവൻ ഇപ്പം സത്യത്തിൽ അടച്ചിട്ടിരിക്കുക. ഇനിയും ഇതിനേക്കാൾ വലിയത് വരാൻ പോകുന്നേ ഉള്ളൂ. പ്രോഗ്രസീവ. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് നമ്മളിപ്പോൾ കണ്ട 7, 8, 9, 10 വാക്യങ്ങൾ. പ്രത്യേകിച്ച് 8, 9, 10 വാക്യങ്ങൾ. എന്താ? സാത്താനെ എന്നേക്കുമായി നരകത്തിലേക്ക് തള്ളിക്കളയുന്നു. കംപ്ലീറ്റ് കൺസ്യൂമേഷൻ ഓഫ് ഡെവിൾ സ്റ്റോറി. സാത്താന്യമായ ഘടകങ്ങൾ അവസാനിക്കുക. Cessation of Satan on earth. ഭൂമിയിൽ ഇനി സാത്താൻ ഇല്ലാത്ത അവസ്ഥ സംജാതമാണ്. His existence is not ceased to be, but his work. അവന്റെ ആക്ടിവിറ്റീസ്, അവന്റെ സക്രിയമായ ഇടപെടലുകൾ തീരുകയാണ്. അവന്റെ ആസ്തിക്യമില്ലാതാകുന്നില്ല. നരകത്തിലിട്ടാൽ പോലും അവൻ അവിടെ ഉണ്ടാവും. ഇതാണ് സാത്താന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നു. അവ മറക്കരുത്. ഇന്ന് രാത്രിയിലായാലും അവൻ വരികയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടുത്തിട്ടേ വിടാവും. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്നാൽ ഞാൻ പോയി ലൈറ്റ് ഇട്ടിട്ട് ഒന്ന് തപ്പി നോക്കട്ടെന്നും പറഞ്ഞ് തപ്പാനൊന്നും നിൽക്കണ്ട. അങ്ങനത്തെ ഒരു എൻകൗണ്ടർ സാത്താനുമായി ഒരു അഭിമുഖം നമുക്കുണ്ടാകുന്നെങ്കിൽ കൂടുതലൊന്നും അവന്റെ സാധനം ഇറക്കാൻ അനുവദിക്കാതെ തന്നെ നമുക്ക് ഈ വചനങ്ങളുടെ അകമ്പടിയോടെ അവനെ ജയിക്കാൻ പറ്റും. അങ്ങനെ സാത്താന്റെ നിത്യമായ നിർമൂലനത്തിന് ഉള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് 1000 ആണ്ടേക്ക് അവൻ അഗാധ കൂപത്തിൽ ബന്ധിതനാകുന്നത്. ആ ചങ്ങലയും കൊണ്ടുവന്ന് അവനെ വരിഞ്ഞു മുറുക്കി ബന്ധിച്ച് ഇട്ടു എന്നൊന്നും കരുതണ്ട. അഗാധ കൂപത്തിൽ
സാത്താന് ഒരു തരത്തിലും സ്വാധീനിക്കാൻ, ലോകത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിൽ. അതാണ് അവിടുത്തെ അർത്ഥം. ചിലരുണ്ടല്ലോ ജയിലിൽ കിടന്നുകൊണ്ടും അണ്ടർവേൾഡിനെ നിയന്ത്രിക്കും, ഗവൺമെന്റുകളെ നിയന്ത്രിക്കും, ബിസിനസ് ശൃംഖലയെ നിയന്ത്രിക്കും. അകത്ത് കിടന്നുകൊണ്ട് തന്നെ, ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ. സാത്താൻ അതൊന്നും പറ്റില്ല. അവൻ മുഴുവനുമായി പാരലൈസ് ആകുന്ന, പക്ഷാഘാതം ഭവിച്ച വ്യക്തിയെ പോലെ ആകുന്ന ഒരവസ്ഥയാണത്. ആയിരം ആണ്ടേക്ക് അവനെ അഗാധ കൂപത്തിൽ അടച്ചു കളയുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം? വേണ്ട. Here he himself is in bondage. He is rendered in effect. Yes. He cannot do exercise. He cannot exercise any of his authorities. Now he has some rights, otherwise some freedoms. ഇപ്പോൾ അവന് ചില അവകാശങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്വാതന്ത്ര്യങ്ങൾ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹി ഈസ് നോട്ട് ബൗണ്ട്. ഇപ്പോൾ അവൻ ബന്ധിതനല്ല എന്നുള്ളത് തന്നെയാണ് അവൻ ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ബട്ട് ദെൻ ഹി വിൽ ബി ബൗണ്ട്. അന്ന് പക്ഷെ അവൻ ബന്ധിതനാകും. He can reach anywhere, anytime. നമ്മുടെയൊക്കെ യോഗത്തിനിടയിൽ അവന് വരാൻ ഒരു പ്രയാസമില്ല കേട്ടോ. ഭൂതാത്മാക്കൾക്കേ ഉള്ളൂ കൊട്ടും പാട്ടും യേശുവിന്റെ നാമവും ഒക്കെ പേടിയുള്ളത്. സാത്താനെ സംബന്ധിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തോ ഒന്നും അവന് കയറി ഇറങ്ങാൻ ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. പക്ഷെ ഈ പ്രത്യേക സമയത്ത് he will be limited. ഒന്ന് വായിച്ചോളൂ, എന്തിനു വേണ്ടിയാണ് അവനെ ബന്ധിക്കുന്നതെന്ന്. വേഗം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. കണ്ടോ, എന്തിനാണ് അവനെ അഗാധത്തിൽ തള്ളിയിടുന്നതെന്ന് നാം കാണുന്നു. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ എന്ന് വെച്ചാൽ he cannot even approach people. He will not be losing all his powers. He will still have all powers, but will have no freedom to use them. No time, no freedom to use them. അവൻ ഇന്നുള്ള എല്ലാ ശക്തികളും സ്വഭാവങ്ങളും അവനുണ്ടായിരിക്കും. അതുകൊണ്ട് 1000 ആണ്ട് കഴിഞ്ഞിട്ട് അവനെ അഴിച്ചുവിടുമ്പോൾ എന്ത് ചെയ്യും? 7-ാം വാക്യം തൊട്ട് വായിച്ചു.
1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. മതി. അവന്റെ ശക്തി വല്ലതും കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. He will not lose his powers, his strategies, nothing. അതൊന്നും അവനിൽ നിന്ന് എടുത്തു കളയുന്നില്ല. പക്ഷേ അവനെ പിടിച്ച് ബന്ധിക്കും. ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് കൊടുക്കാനാ? ഇപ്പം ഡിമോണിറ്റൈസേഷൻ ഉണ്ടായ സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ വയ്യ. പൈസ ഇല്ലെങ്കിട്ടാണോ? അവരുടെ പൈസ വല്ലതും സർക്കാർ എടുത്തോ? ഇല്ല. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ബാങ്കിൽ കിടപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എടുക്കാൻ വയ്യ, ഉപയോഗിക്കാൻ വയ്യ. ലോക്ക്ഡൌണിന്റെ സമയത്ത് കയ്യിൽ കാശുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ. ഇതുപോലെ മനസ്സിലായല്ലോ കാര്യം. സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നു. സാത്താന്റെ പേരുകളൊക്കെ നമ്മൾ 12-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചതാ, അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. പിശാച്, സാത്താൻ, പഴയ പാമ്പ്, ഇങ്ങനെയുള്ള പല പേരുകൾ നമ്മൾ 12-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചു. 7-ാമത്തെ വാക്യം തൊട്ട് 7ഉം 9ഉം ഒക്കെ വാക്യങ്ങളിൽ. അതുകൊണ്ട് അതൊന്നും ഇനി ആവർത്തിക്കുന്നില്ല. എന്തിനവനെ ബന്ധിക്കുന്നു എന്നുള്ളതും നമ്മളിപ്പോൾ കണ്ടു. ജാതികളെ വശീകരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ വഞ്ചിക്കാതിരിക്കാൻ. അവന്റെ നിത്യത അഗാധകൂപത്തിലല്ല. സാത്താന്റെ നിത്യത ഗന്ധക തീപ്പൊയ്കയിലാണ്. 10-ാമത്തെ വാക്യത്തിൽ, 10-ാം വാക്യം, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. സാത്താന്റെ നിത്യത അഗാധകൂപത്തിലല്ല, ഗന്ധക തീപ്പൊയ്കയിലാണ്. ഇതൊരു റിമാൻഡ് പ്ലേസ് എന്നേ ഉള്ളൂ. അവന്റെ വിസ്താരകാലത്തേക്ക് താമസിപ്പിക്കുന്ന ഒരു റിമാൻഡിൽ സൂക്ഷിക്കുന്ന സ്ഥലമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അവന്റെ നിത്യത മൃഗവും അഥവാ കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലാണ്. അതാണ് സാത്താന് വേണ്ടിയും അവന്റെ കൂട്ടർക്ക് വേണ്ടിയും ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ 1000 ആണ്ട് കഴിയുമ്പോൾ നാം 7-ാം വാക്യത്തിൽ കാണുന്നത് പോലെ അല്പസമയത്തേക്ക് അവനെ അഴിച്ചുവിടേണ്ടതാകുന്നു. 1, 2, 3 വാക്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? സാത്താനെ കുറിച്ചും നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ സാത്താന്റെ പോരാട്ടത്തെയും ബന്ധനത്തെയും അവൻ നമുക്കെതിരായിട്ട് ഒരുക്കുന്ന കെണികളെയും, എന്ന് വെച്ചാൽ നമ്മുടെ നന്മകളെ മുടക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് വീരവൽക്കരിക്കുന്ന പ്രസംഗങ്ങളും പ്രബോധനങ്ങളും പ്രവചനങ്ങളും ആകരുത്. പകരം അവന്റെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന, അവന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്ന, അവന്റെ ബലഹീനതകളെ പരിചയപ്പെടുത്തുന്ന, അവന് കേൾക്കാൻ ഇഷ്ടം തോന്നാത്ത, സുഖം തോന്നാത്ത കാര്യങ്ങൾ നമുക്ക് സാത്താനെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. അവൻ പറയും, ഒന്ന് നിർത്താമോ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ തന്നെ, നമ്മുടെ വീട്ടിൽ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും, ചിലപ്പം കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും തമാശയ്ക്ക് തന്നെ, കാര്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല, തമാശയ്ക്ക് തന്നെ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നേരം
പിള്ളേരെ കണ്ടില്ല, തലേന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പോകുന്നത്, ഞാൻ പോവാന്നും പറഞ്ഞു. ഇതുപോലെ സാത്താൻ കേട്ടു നിൽക്കാൻ മടിക്കുന്ന തരത്തിൽ അവന്റെ സത്യങ്ങളെ, അവനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. അവന്റെ പരിമിതികൾ, അവന്റെ ബലഹീനതകൾ, അവന്റെ വീഴ്ചകൾ, അവന് വരാൻ പോകുന്ന നാശം, അവന്റെ ആത്യന്തിക പരാജയം, ഇവയെല്ലാം നാം ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ വേണം. സാത്താൻ പാപം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി നിത്യ നരകം ഒരുക്കിയ ഒരു ദൈവം. മനുഷ്യരായ നമ്മൾ പാപം ചെയ്യുമെന്ന് കണ്ടിട്ട് പാപം ചെയ്യുന്നതിന് മുമ്പേ, പാപം ചെയ്ത ആദിമ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി രക്ഷാമാർഗമൊരുക്കി, നമുക്ക് വേണ്ടി കാൽവറി ഒരുക്കി, നമുക്ക് വേണ്ടി രക്ഷകനെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന ആരും ഈ രക്ഷകനെ തള്ളിക്കളഞ്ഞ്, ഈ രക്ഷ അതിനെ അഗണ്യമാക്കരുതേ. സ്തോത്രം. ഇതിനെ പ്രാപിച്ച പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ദൈവത്തിന്റെ മഹാസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ ഇന്ന് രാത്രിയിലും നമുക്ക് സമർപ്പിക്കാം. നമുക്കും സാത്താന്റെ മേൽ പൂർണ്ണ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.